സ്നേഹമുള്ളവരെ, നോയമ്പ് കാലത്തിന്റെ 42-ാം ദിനമായെന്ന് നാം ധ്യാനിക്കുന്നത് ചതിയെക്കുറിച്ചാണ്. ജീവിതത്തിൽ സ്വന്തം കുറ്റങ്ങൾ കൊണ്ടല്ലാതെ തോൽക്കുന്ന 2 സാഹചര്യങ്ങൾ, ഒന്ന് നിർഭാഗ്യം, മറ്റൊന്ന് ചതി. ക്രിസ്തുവിനേക്കാളും സ്നേഹം കൊണ്ടും വിശ്വസ്തത കൊണ്ടും ചതിക്കപ്പെട്ടവർ ഈ ലോകത്തിൽ വേറെ ആരുമുണ്ടാകില്ല. 3 വർഷകാലത്തോളം നെഞ്ചോട് കൊണ്ടു നടന്നവൻ 30 വെള്ളിക്കാശിനു വേണ്ടി അവന് ചതിക്കുകയായിരുന്നു. സമ്പത്തിനു മുന്നിൽ ചില ബന്ധങ്ങൾക്ക് വിലയില്ല എന്നുകൂടി ചില വ്യക്തികളുടെ പ്രവൃത്തി വഴി ലോകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ: പണം കൊണ്ട് രക്തം വാങ്ങാം, ആയുഷ് വാങ്ങുവാൻ കഴിയില്ല. എല്ലാം സമ്പത്ത് കൊണ്ട് ധന്യമാകും എന്ന് കരുതുന്നുണ്ടെങ്കിൽ എല്ലാം നേടിയിട്ടും എൻ്റെ ആത്മനിർവൃതി അനുഭവിക്കുവാൻ സാധിക്കാത്തത്. സമ്പത്ത് ഒന്നിനും പരിഹാരമല്ല. എല്ലാം കൊണ്ട് ധന്യമാക്കുന്ന ക്രിസ്തുവാണ് വലുതെന്ന് അറിയുമ്പോൾ നാം പൂർണ്ണമായി അവനിൽ ശരണം വയ്ക്കും.